ഏതെങ്കിലും ഒരു അദൃശ്യ ശക്തി അയാളെ അവിടെ എത്തിച്ചതാകാനേ വഴിയുള്ളൂ. കാരണം വന്നത് മറ്റാരും അല്ലായിരുന്നു, വിഷ്ണുവിന്റെ ഹൃദയമായി നടക്കുന്ന ശിവൻ. അല്ല പിന്നെ ഞാൻ അവിടെ ഇരിക്കാൻ. എന്താ കാശ് കൊണ്ടോണ്ട് നിൽക്കുക ഭാമേ? നീ ഇങ്ങോട്ട് വിളമ്പി കൊടുക്ക്. മോളെന്താ മാറിയിക്കുന്നേ? ഇഞ്ഞു വാ. ഇതെന്താ ഒരു മാതിരി അന്യരെ പോലെ മാറിയിരിക്കുന്നേ? ഒരു പ്ലേറ്റ് എടുത്ത് അങ്ങോട്ട് വെച്ചേ. അങ്ങോട്ട് വെക്ക്. ഇനി അതിലൂടെ വിളമ്പ്. അവിടെയാണ് രാഘവേട്ടൻ ഇരിക്കുന്നത്. എനിക്കല്ല, അത് ശാലിമോക്ക. വിളമ്പ്. എന്താ നോക്കിക്കുന്നേ? വിളമ്പ്. അച്ഛ, ഞാൻ പിന്നെ കഴിച്ചോളാം. ഇങ്ങോടി. എവിടെ പോവാ? അവിടേക്ക്. അതൊന്നും പറഞ്ഞാ പറ്റത്തില്ല. നീയേ എന്റെ മോന്റെ ഭാര്യയാ. അവനോടൊപ്പം ഇത് കഴിക്കാനുള്ള അർഹതയും നിനക്ക് തന്നെ. രാഘവേട്ടൻ നിങ്ങളൊക്കെ കഴിക്ക്, ഞാനും ശാലിനിയും കൂടെ പിന്നെ ഇരുന്നോളാം. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? ഇനി വന്നീ. എവിടെ പോവാ? അവിടെ ഇല്ലേ മോളെ? അച്ഛൻ പറഞ്ഞ മോള് കേക്കത്തില്ലയോ? അച്ഛ, ഞാൻ അവിടെ ഇരിക്കെ. അച്ഛ, അവിടെ ഇരിയടി. ഇരിക്കാനാ പറഞ്ഞേ. ഇരിടി അവിടെ. ആ എന്നെ സ്വഭാവം മാറ്റരുത്. ഇരിക്കവിടെ. ആ നോക്കിക്കുന്ന എന്തുവാ? ഇനി വെളുപ്പിക്കൊണ്ട് രണ്ടുപേർക്കും. അങ്ങോട്ട് വിളമ്പായി, ഇങ്ങോട്ട് വിളമ്പായി. എന്താ വിളിക്കുവാ? അങ്ങോട്ട് നിറച്ച് വിളമ്പി കൊടുക്ക്. ഇനി എനിക്ക് വിളമ്പ്. ഭാമേ, നീ എവിടെ ഇരിക്ക്. നിനക്ക് പൊന്നു വിളമ്പി തരും. രാഘവേട്ട, അത് ഇരിക്ക് ഭാമേ. ഭാമേ ഇരിക്കായി. അത് കൂടെ വിളമ്പ്. കൊച്ചുമക്കളോട് വേണമായിരുന്നു. അവര് നേരത്തെ കഴിച്ചിട്ട് ഉറങ്ങി. ആ ആ നാളെ ആവട്ടെ. അവരെ കൂടെ വിളിച്ച് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. എന്തായാലും കൊള്ളാം. ഇങ്ങനെ വേണം ഭക്ഷണം കഴിക്കാൻ. എന്നാലേ വീട്ടിൽ ഐക്യവും സമാധാനമൊക്കെ ഉണ്ടാവത്തുള്ളൂ. ആ കറിയൊക്കെ എടുത്ത് ഇങ്ങോട്ട് വിളമ്പി കൊടുക്ക്. അതിങ്ങോട്ട് തൊഴിക്ക്. എടാ മക്കളെ കഴിക്കടാ. അത് കൂടെ വിളമ്പ്. എന്ത് നോക്കിയിരിക്കുന്നേ? കഴിക്കാങ്ങോട്ട്. മോളെ കഴിക്കടി. കഴിക്കാങ്ങോട്ട്. കൂടെ വിളമ്പ്. അത് കിടത്ത് അങ്ങോട്ട് വിളമ്പിക്കൊടു.
ഇതെന്താ ഒന്ന് വിളിക്കുപോലും ചെയ്യാതെ? കഴിഞ്ഞ ദിവസം ചില സംഭവങ്ങളുണ്ടായി. അതൊന്ന് ശാരദമ്മയോട് പറയണമെന്ന് തോന്നി. എന്നാ പിന്നെ വാ, ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട, അകത്തോട്ട് ഇരിക്കാം. വാ. പറ മോളെ, എന്താ എന്താ എന്നോട് പറയാനുള്ളത്? കഴിഞ്ഞ ദിവസം മേശയ്ക്കകത്ത് കിടന്നിരുന്നതാ. ഞാനതെടുത്ത് പൊടി തുടച്ചു വെച്ചു. അല്ലെങ്കിലും നമ്മൾ മറന്നാലും അവൻ നമ്മളെ അവന്റെ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും, നമ്മുടെ പിന്നാലെ നടന്ന്. ഇന്നങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാനിവിടുന്ന് നേരെ കളക്ടറേറ്റിലേക്കാ പോയത് ശാലിനിയെ കാണാൻ. എന്റെ ബാഗില് വിഷ്ണുവിന്റെ ചിതാഭസ്മം ഉണ്ടായിരുന്നു. എന്നെ കൊണ്ടാക്കിയ ഓട്ടോക്കാരൻ ഒരാവശ്യവും ഇല്ലാതെ എന്നോട് വഴക്കിന് വന്നു. ചിതാഭസ്മം ഇരുന്ന ബാഗും എടുത്തോണ്ട് പോകാൻ തുടങ്ങി. അയ്യോ, എന്നിട്ട്? അതാ ശാരദാമ്മ അതിശയം. ആ ചിതാഭസ്മം എനിക്ക് വാങ്ങിച്ചു തരാനായി രക്ഷകന്റെ റോളിൽ ഒരാളെത്തി. ഏതെങ്കിലും ഒരു അദൃശ്യ ശക്തി അയാളെ അവിടെ എത്തിച്ചതാകാനേ വഴിയുള്ളൂ. കാരണം വന്നത് മറ്റാരും അല്ലായിരുന്നു, വിഷ്ണുവിന്റെ ഹൃദയമായി നടക്കുന്ന ശിവൻ. അതെ, സത്യാണോ മോളി പറയുന്നൊക്കെ? ഈ പകല് പോലെ സത്യം. അതാ ഞാൻ പറഞ്ഞത്, വിഷ്ണുവിനെ മറക്കാൻ അവൻ ഒരിക്കലും സമ്മതിക്കില്ലെന്ന്. വിഷ്ണു ശിവനിലൂടെ അവന്റെ കാര്യങ്ങളെല്ലാം ചെയ്യിക്കുക. ഇല്ലെങ്കിൽ ആ സമയത്ത് ശിവൻ അവിടെ വരേണ്ട കാര്യമില്ലല്ലോ.